മഴബാധിത മേഖലകളിലേക്ക് റിപ്പോർട്ടർ കടക്കുന്നു. ആറന്മുളയും പാലായിലും അതേപോലെ അപ്പർ കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും തിരുവല്ലയിലും ഒക്കെ ഇപ്പോഴും ഭീതിതമായ സാഹചര്യമുണ്ട്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. നമുക്ക് റിപ്പോർട്ടർമാർ നാടിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് മഴവിശേഷങ്ങൾ നൽകാൻ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരിലേക്കും നമുക്കൊരു റൗണ്ട് പോയി വരാം. കോട്ടയത്ത് വേളൂർ സെന്റ് ജോസഫ് UP സ്കൂളിൻ്റെ മതിൽക്കെട്ട് തകർന്നു. സ്കൂളിൽ ഇന്നലെ വെള്ളം കയറിയിരുന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിലാണ് മുൻവശത്തെ മതിലിൻ്റെ ഒരു ഭാഗം തകർന്നത്. അഖിൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അഖിൽ, എന്താണ് ഇവിടെ സംഭവിച്ചത്? വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണോ? മഴയൊന്ന് മാറി നിൽക്കുകയാണോ? ഡോക്ടർ അരുൺകുമാർ, ഒരു ആശ്വാസമുള്ള കാര്യമെന്ന് പറയുന്നത് വെള്ളം താണു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. നമ്മൾ ഇന്നലെയൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ മുട്ടോളമൊക്കെ ഇവിടെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു. അതിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് നമ്മുടെ ഈ ഇടതുവശത്തായിട്ടുള്ള ഈ ഒരു മതിൽക്കെട്ട്, സ്കൂളിൻ്റെ വേളൂർ UP സ്കൂളിൻ്റെ സെന്റ് ജോസഫ് UP സ്കൂളിൻ്റെ മതിൽക്കെട്ടാണ്. അത് തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്നും വാർത്ത ചെയ്യുന്ന സമയത്ത് ഈ മതിൽക്കെട്ടിന് തൊട്ട സമീപത്തുള്ള ഗേറ്റിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് പോലെ തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ നിന്നിരുന്നതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മതിൽക്കെട്ട് തകർന്നു വീണിരിക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വലിയ രീതിയിൽ ഒഴുകി, അതായത് ഒരു തോടോ പുഴയൊക്കെ ഒഴുകുന്നത് പോലെ ഒരു ഒഴുക്കാണ് അങ്ങോട്ട്. വെള്ളക്കെട്ടല്ല, ഇത് വെള്ളം കുത്തി ഒലിച്ചു പോകുന്നതാണ്. നമുക്ക് കാണാം സ്കൂളിന്റെ ഉള്ളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ കുത്തൊഴുക്കിന്റെ ഭാഗമായിട്ടാണ്. അതായത് മറ്റപ്പുറത്തെ വശത്തേക്കൊന്നും അത്ര വലിയ ഒഴുക്ക് അതിലേക്ക് തള്ളുന്നില്ല. പക്ഷേ ഇവിടെ കൃത്യമായി നല്ല രീതിയിൽ വെള്ളം തള്ളുന്നുണ്ട്. ഒപ്പം വലിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ തിരമാലകൾ പോലെ രൂപപ്പെടുകയും അതും ഈ മതിലിലേക്ക് സമ്മർദ്ദം കൊടുത്തിട്ടുണ്ടാകാം. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് സ്കൂളിനുള്ളിലേക്ക് മതിൽക്കെട്ടിനകത്തേക്ക് വീണിരിക്കുന്നത്. ഈ സ്കൂളിനകത്തും വലിയ തോതിൽ തന്നെ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന കാഴ്ചകളുമാണ് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ പാർക്കുണ്ട് വശത്ത്, അതൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. എന്തായാലും വെള്ളം താണു തുടങ്ങിയത് ഒരു ആശ്വാസമാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു പ്രദേശവാസികളിൽ പോകുന്നു. ചേട്ടാ, ഇത് എപ്പോഴത് കണ്ടിരുന്നു? എപ്പോഴാണ് അറിഞ്ഞു? വണ്ടി ഓടുന്ന കാരണം പോയത്. നല്ല വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ. ചെറിയ രീതി വെള്ളം ഇച്ചിരി താന്നുണ്ട്. രാവിലെ തുടങ്ങിയ വ്യത്യാസം വന്നു ആണെങ്കിലും ഇപ്പം മാറ്റി കലക്കലുണ്ട്, കിടക്ക് പെയ്യുന്നുണ്ട്. ആശങ്കയുണ്ട്. ആശങ്കയാണ്. കുറഞ്ഞ താഴോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ദുരിതത്തില്ല. 1, 2, 3, 4 പൊക്കം വെള്ളവും. ചില ആൾക്കാർക്ക് നമുക്കിങ്ങനെ വഴിയിലൊക്കെ നടക്കാം. ചിലർക്ക് വഴി നടക്കാതെ ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ ഈ പടിഞ്ഞാറ് മൊത്തം ഇതിനിപ്പോൾ ഇറങ്ങിപ്പോയാലും ഇത് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ദുരിതം പിന്നെയാണ്. ക്ലീനിങ് ആണ് ഏറ്റവും വലിയ ദുരിതം. ഇപ്പം പതിയെ ഇറങ്ങി പോയി ഇന്ന് ക്ലീനിങ്, അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വരും. 3-4 പ്രാവശ്യം ക്ലീനിങ്. ഈ കായലെടുക്കാത്ത പ്രശ്നം അങ്ങനെ കായലെടുക്കാത്ത വിഷയമുണ്ട്. മറ്റേത് ഇങ്ങനെയല്ല, വെള്ളം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് 18 ശരി അഖിൽ, പ്രതികരണം എടുത്തോളൂ.